പട്ടികജാതി പട്ടിക വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾക്കും സ്ത്രീകൾക്കും വെറുതെ പണം നൽകാതെ സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർബന്ധിത പരിശീലനം 3 മാസം നൽകണം എന്നുള്ളതാണ് അടൂർ ഗോപാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഓരോ വർഷവും അത്തരത്തിൽ വളരെ വിദഗ്ധമായ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ട് ആ കമ്മിറ്റി അയച്ചു കിട്ടുന്ന സ്ക്രിപ്റ്റുകൾ പൂർണ്ണമായും പരിശോധിച്ച് മുഴുവൻ വായിച്ചു നോക്കി അതിലേറ്റവും മികച്ച സ്ക്രിപ്റ്റുകൾ എഴുതിയ ആളുകളെ നേരിട്ട് ഇൻ്റർവ്യൂവിന് വിളിച്ച് 2 ഘട്ടങ്ങളിലായിട്ട് ഇൻ്റർവ്യൂകൾ നടത്തി അതിനുശേഷം അവർക്ക് മെൻറ്റർഷിപ്പ് പ്രോഗ്രാമും ഒക്കെ നൽകിയതിന് ശേഷമാണിത് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. പുറത്തിറങ്ങിയ സിനിമകളൊക്കെ തന്നെയും അന്താരാഷ്ട്ര തലത്തിലൊക്കെ ശ്രദ്ധേയമായ സിനിമകളാണ്. അപ്പോൾ വളരെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതൊക്കെ അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് വേണമെന്ന് പറയുന്നത് ഈ സിനിമ എടുത്ത സംവിധായകരെ പോലും മികച്ച സിനിമകൾ എടുത്ത സംവിധായകരെ പോലും റദ്ദ് ചെയ്യുന്നതിന് തുല്യമാണല്ലോ. ഞങ്ങളൊക്കെ ട്രെയിനിങ് കൊടുത്താലേ ഇൻറ്റൻസീവായിട്ടുള്ള ട്രെയിനിങ് കൊടുത്താലേ ഇവരൊക്കെ സിനിമ എടുക്കാൻ പ്രാപ്തരാകൂ എന്നുള്ളൊരു ധാരണ ഉണ്ടാകുന്നത് അത് വേറൊരു തരം കണ്ണാടി വെച്ച് നോക്കുന്നതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. NFDCയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 10-40 വർഷം സജീവമായി പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ ഈ NFDC സ്കീം തുടങ്ങിയപ്പോൾ ഇതേപോലെ വെറുതെ പൈസ കൊടുക്കുമോ? അവർക്ക് ട്രെയിനിങ് വേണ്ടേ? അപ്പോൾ അത് പ്രത്യേകമായിട്ട് വനിതകൾക്കും പട്ടികവർഗ്ഗക്കാർക്കും മാത്രമുള്ള സ്കീമല്ലായിരുന്നു. അത് പൊതുവിഭാഗത്തിനുള്ള സ്കീമാണ്, ആർക്കും അപേക്ഷിക്കാം. അപ്പോൾ പൊതുവിഭാഗത്തിലുള്ള ആളുകൾ അപേക്ഷിക്കുമ്പോൾ അത് മെറിറ്റിൽ ഈ പറയുന്നത് പോലെ എലൈറ്റ് ക്ലാസ്സുകൾക്ക് ആണ് കൂടുതലും കിട്ടുക. അപ്പോൾ അവരതിന് യോഗ്യരാണ്, അവർക്ക് ട്രെയിനിങ് ഒന്നും ആവശ്യമില്ല, അവർക്ക് സർക്കാർ ഫണ്ട് കൊടുക്കാം. പക്ഷേ ഇവിടെ വനിതകൾക്കും പട്ടികജാതിക്കാർക്കും സർക്കാർ ഫണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പക്ഷേ ട്രെയിനിങ് വേണം. അതൊരു ഇരട്ടത്താപ്പല്ലേ? അദ്ദേഹത്തിൻ്റെ ഒരു ബോധമുണ്ടെന്ന് തോന്നുന്നു എനിക്ക്. ഈ പട്ടികജാതിക്കാർക്കും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും വനിതകൾക്കും ഒന്നും അങ്ങനെ ഈസി ആയിട്ടൊന്നും വഴങ്ങുന്നൊരു സാധനമൊന്നും അല്ല സിനിമ. അതൊക്കെ കുറച്ച് എലൈറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അവർ ട്രെയിൻ ചെയ്താൽ മാത്രമേ ഇതൊക്കെ സാധ്യമാകൂ എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നായിരിക്കാം അത് പറഞ്ഞിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കൊടുക്കുന്ന ഫണ്ട് അവർ അധികരിച്ച തുകയാണ് എന്നുള്ള അർത്ഥം വരുന്ന പരാമർശങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. 1,10,00,000 രൂപ കൊടുക്കുന്ന ഒരു സിനിമ നിർമ്മിക്കാൻ കൊടുക്കുന്നത് കൂടുതലാണെന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുക? ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ആധുനിക കാലത്തെ സിനിമയുടെ ഒരു ബജറ്റിങ്ങിനെ പറ്റിയൊന്നും അത്ര കൃത്യമായ ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടാവുമോ എന്തോ. പരിശീലനങ്ങളൊന്നും ഇല്ലാതെ ആയതുകൊണ്ടും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിലായതുകൊണ്ടും അതൊന്നും പുരസ്കാരങ്ങളല്ലെന്നും ഒന്നും അംഗീകാരങ്ങളല്ലെന്നുമാണ് ഈ ആളുകളുടെയൊക്കെ ഒരു തോന്നലെന്ന് എനിക്ക് തോന്നുന്നു.